വിഷ്ണു സഹസ്രനാമത്തിൻ്റെ 19ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 91 മുതൽ 95 വരെയുള്ള ശ്ലോകങ്ങളിൽ കൂടി നമുക്ക് 847 മുതൽ 895 വരെയുള്ള നാമങ്ങൾ മനസ്സിലാക്കാം. 91ാം ശ്ലോകം. ഭാരഭൃത്കഥിതോ യോഗി യോഗീശ സർവകാമദ ആശ്രമശ്രവണക്ഷാമ സുപർണോ വായുവാഹന. ഈ ശ്ലോകത്തിൽ 10 നാമങ്ങളാണ്. ഭാരഭൃത്, കഥിത, യോഗി, യോഗീശ, സർവകാമത, ആശ്രമ, ശ്രമണ, ക്ഷാമ, സുപർണ, വായുവാഹന എന്നിവയാണ് 10 നാമങ്ങൾ. ഭാരഭൃത്, ഭാരം ഭരിക്കുന്നവൻ, താങ്ങുന്നവൻ എന്നൊക്കെ അർത്ഥം. സൃഷ്ടിച്ചതിനു ശേഷം സൃഷ്ടിയുടെ നിലനിൽപ്പിൻ്റെ സകല ഭാരവും വഹിക്കുന്നവനെന്ന് വിശേഷിപ്പിക്കുന്നു. കഥിത, പറയപ്പെട്ടവൻ, ശ്രുതികളിൽ പറയപ്പെട്ടവനെന്ന് വിശേഷിപ്പിക്കുന്നു. യോഗി, ജ്ഞാനം കൊണ്ട് പ്രാപ്യനാകുന്നവൻ യോഗി എന്ന് പറയുന്നു. യോഗമെന്നാൽ സമാധി എന്നും അർത്ഥമുണ്ട്. അതുകൊണ്ട് യോഗി എന്നാൽ സമാധിസ്ഥനെന്നും പറയാം. യോഗീശ, യോഗികളുടെ ഈശ്വരൻ, യോഗികളിൽ ഉത്കൃഷ്ടനായവൻ എന്നൊക്കെ പറയാം. സർവകാമത, സർവ അഭീഷ്ടങ്ങളും സാധിച്ചു തരുന്നവനെന്ന് വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. ആശ്രമ, വിശ്രമസ്ഥാനമായവനെന്ന് അർത്ഥം കാണുന്നു. സംസാരമാകുന്ന ആരണ്യത്തിൽ ചുറ്റിത്തിരിയുന്നവർക്ക് വിശ്രമസ്ഥാനമായവനെന്ന് പറയുന്നു. ശ്രമണ, പരിശ്രമിയെന്നും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവനെന്നും അർത്ഥം. ക്ഷാമ, ക്ഷയിപ്പിക്കുന്നവനെന്നാണ് ഇതിൻ്റെ അർത്ഥം. സംഹാരകാലത്ത് പ്രപഞ്ചത്തെ ആകമാനം ക്ഷയിപ്പിക്കുന്നവനെന്ന് പറയുന്നു. സുപർണ, പർണമെന്നാൽ ഇല, നല്ല ഇലകളായി വർത്തിക്കുന്നവനെന്ന് അർത്ഥം പറയുന്നു. വായുവാഹന, വായുവിനെ വാഹനമാക്കിയവൻ, വായുവിനെ കൊണ്ട് വഹിപ്പിക്കുന്ന മഹാശക്തി എന്നൊക്കെ വിശേഷിപ്പിക്കാം. തൻ്റെ അഭാവത്തിൽ വായുവിന് ചലിപ്പിക്കുവാനോ അഗ്നിക്ക് ദഹിപ്പിക്കുവാനോ ഉള്ള ശക്തിയില്ല എന്ന് തെളിയിച്ചിട്ടുണ്ടത്രേ മഹാവിഷ്ണു. 92ാം ശ്ലോകം. ധനുർധരോ ധനുർവേദോ ദണ്ഡോദമയിതാദമ അപരാജിത സർവസഹോ നിയന്ത നിയമോയമ. ധനുർധര, ധനുർവേദ, ദണ്ഡ, ദമയിത, ദമ, അപരാജിത, സർവസഹ, നിയന്ത, അനിയമ, അയമ എന്നിങ്ങനെ 10 നാമങ്ങളാണ് ഈ ശ്ലോകത്തിൽ. ധനുർധര, ധനുസ് അതായത് വില്ല് ധരിച്ചവൻ. ശ്രീരാമ അവതാരത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. പല പല അവസരങ്ങളിലായി വില്ല് എന്തിയവനാണ് ശ്രീരാമൻ. വേറെ ഒരു ആയുധവും പ്രയോഗിച്ചതായി കാണുന്നില്ല. അതുകൊണ്ട് ധനുർധരൻ എന്ന് പറയുന്നു. ധനുർവേദ, ധനുർവേദമായ അസ്ത്രവിദ്യയെ കൂടാതെ യജുർവേദത്തിൻ്റെ ഉപവേദത്തെ അറിഞ്ഞവൻ എന്നൊക്കെ ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. ദണ്ഡ, ദണ്ഡനീതി സ്വരൂപനാണ് മഹാവിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. ദണ്ഡനീതി എന്നാൽ ശിക്ഷയുടെ കല, ധർമ്മം എന്ന് പറയാം. ഇത് രാജധർമ്മത്തിന് കീഴിലാണ്. ദമയിത, ലോകഹിതത്തിനു വേണ്ടി ദണ്ഡനം നടപ്പാക്കുന്നവൻ, ശിക്ഷ നടപ്പാക്കുന്നവനെന്ന് അർത്ഥം പറയുന്നു. യമൻ, പ്രജാപാലകനായ രാജാവ് എന്നും അർത്ഥം കാണാം. ദമ, ശിക്ഷ നടപ്പാക്കൽ എന്ന് അർത്ഥം പറയുന്നു. അതും ഭഗവാന്റെ സ്വരൂപം തന്നെയാണെന്ന് പറയുന്നു. അപരാജിത, ഒരിക്കലും പരാജയപ്പെടാത്തവൻ, അജയൻ എന്ന് അർത്ഥം പറയുന്നു. സർവസഹ, എല്ലാ കർമ്മങ്ങളിലും സമർത്ഥൻ, എല്ലാ ശത്രുക്കളെയും ജയിക്കുന്നവൻ എന്നൊക്കെയാണ് ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നത്. നിയന്താ നിയമോ യമ എന്നതിനെ നിയന്ത, അനിയമ, അയമ എന്ന് 3ആയി പദം മുറിച്ചിരിക്കുന്നു. 3 നാമങ്ങൾ ചേർന്നതാണ് ഇത്. നിയന്ത, എല്ലാവരെയും അവരവരുടെ കൃത്യങ്ങളിൽ നിയമിക്കുന്നവനാണ് നിയന്താവ്. അനിയമ, ഭഗവാൻ വിഷ്ണു തന്നെ നിയന്താവായതുകൊണ്ട് ഇനി വേറൊരു നിയന്താവില്ലാത്തവനെന്ന് വിശേഷിപ്പിക്കുന്നു. അയമ, യമൻ അഥവാ മൃത്യുവില്ലാത്തവനെന്ന് പറയുന്നു. ഈ 3 നാമങ്ങളെയും നിയന്ത, നിയമ, യമ എന്നും പദം മുറിച്ച് കാണുന്നുണ്ട്. 93ാം ശ്ലോകം. സത്വവാൻ സാത്വിക സത്യ സത്യധർമ്മപരായണ അഭിപ്രായ പ്രിയാർഹോർഹ പ്രിയകൃത് പ്രീതിവർദ്ധന. 9 നാമങ്ങൾ ഇവിടെ കാണാം. സത്വവാൻ, സാത്വിക, സത്യ, സത്യധർമ്മപരായണ, അഭിപ്രായ, പ്രിയാർഹ, അർഹ, പ്രിയകൃത്, പ്രീതിവർദ്ധന എന്നിവയാണ് 9 നാമങ്ങൾ. സത്വവാൻ,
സത്വമെന്നാൽ ശൗര്യം, വീര്യം, പരാക്രമം എന്നൊക്കെ അർത്ഥം പറയുന്നു. ഇവയോട് കൂടിയവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. സാത്വിക, സത്വഗുണത്തിൽ മുഖ്യമായി വർത്തിക്കുന്നവനെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യ, സത്തുക്കളിൽ, സജ്ജനങ്ങളിൽ സാധുവായവൻ, സത്യമൂർത്തി എന്നർത്ഥം. സത്യധർമ്മപരായണ, സത്യത്തിലും ധർമ്മത്തിലും പരായണൻ, സംസക്തൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അഭിപ്രായ, അഭിലഷിക്കപ്പെടുന്നവനെന്ന് അർത്ഥം, അതായത് പുരുഷാർത്ഥത്തെ ഇച്ഛിക്കുന്നവരാൽ അഭിലഷിക്കപ്പെടുന്നവൻ. പ്രിയാർഹ, പ്രിയന്മാരെ അർഹിക്കുന്നവൻ, പ്രിയന്മാർക്ക് സംപൂജ്യൻ എന്നൊക്കെ പറയാം. അർഹ, പൂജനീയൻ എന്ന് വിശേഷിപ്പിക്കുന്നു. പ്രിയകൃത്, പ്രിയത്തെ ചെയ്യുന്നവനെന്ന് അർത്ഥം, ശിഷ്ടന്മാർക്ക് പ്രിയങ്കരൻ. പ്രീതിവർദ്ധന, പ്രീതി വർദ്ധിപ്പിക്കുന്നവൻ എന്ന് വിശേഷിപ്പിക്കുന്നു. 94 ശ്ലോകം. വിഹായ സഗതിർജ്യോതിസുരുചിർഹുതഭുക് വിഭു രവിർവിരോചന സൂര്യ സവിതാ രവിലോചന. ഇവിടെ വിഹായ സഗതി, ജ്യോതി, സുരുചി, ഹുതഭുക്, വിഭു, രവി, വിരോചന, സൂര്യ, സവിതാ, രവിലോചന എന്നീ 10 നാമങ്ങൾ കാണുവാൻ കഴിയും. വിഹായസഗതി, വിഹായസമെന്നാൽ വിഷ്ണുപദമെന്നാണ് അർത്ഥം പറയുന്നത്. ഗതി എന്നാൽ ആശ്രയം. വിഷ്ണുപദം എന്ന ആശ്രയം എന്നാണ് ഈ നാമത്തിന് ഒരു രീതിയിൽ അർത്ഥം പറയുന്നത്. വിഹായസം എന്നതിന് ആകാശമെന്നും ഗതി എന്നതിന് ഗമനമെന്നും അർത്ഥം വരുന്നു. അതായത് ആകാശത്തിൽ കൂടി ഗമിക്കുന്നവൻ്റെ സ്വരൂപം, സൂര്യൻ്റെ എന്നാണ് മറ്റൊരു അർത്ഥം. ജ്യോതി, പ്രകാശം, സ്വയം പ്രകാശിക്കുന്നവനാണ് വിഷ്ണു എന്ന് അർത്ഥം പറയുന്നു. സുരുചി, ശോഭനമായ രുചിയോടുകൂടിയവൻ, കാന്തിയോടുകൂടിയവൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഹുതഭുഗ്, ഹുതമെന്നാൽ യാഗത്തിൽ ഹോമിക്കപ്പെട്ടത് എന്നർത്ഥം. ഭുക്ക് എന്നാൽ ഭുജിക്കുന്നവൻ എന്നർത്ഥം വരുന്നു. അതായത് ഹോമിക്കപ്പെട്ടത് ഭുജിക്കുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നു. വിഭു, സർവത്ര വ്യാപിച്ചു കിടക്കുന്നവനെന്ന് വിശേഷിപ്പിക്കുന്നു. രവി, രസങ്ങൾ ഗ്രഹിക്കുന്നവൻ, സൂര്യസ്വരൂപൻ എന്നൊക്കെ അർത്ഥം കാണാം. വിരോചന, വിവിധ രൂപത്തിൽ തിളങ്ങി നിൽക്കുന്നവനെന്ന് വിശേഷിപ്പിക്കുന്നു. സൂര്യ, സർവ വസ്തുക്കളെയും സവിക്കുന്നവൻ, പ്രസവിക്കുന്നവൻ, സൂര്യൻ എന്നൊക്കെ അർത്ഥം പറയാം. സവിത, പ്രസവിതാവ്, ജഗത്തിനെ മുഴുവൻ പ്രസവിച്ചവനെന്ന് പറയുന്നു ഇവിടെ. രവിലോചന, സൂര്യനും ചന്ദ്രനും സൃഷ്ടികാരൻ്റെ 2 കണ്ണുകളാണ് എന്ന് മുണ്ടകോപനിഷത്തിൽ പറയുന്നുണ്ടത്രേ. അതുകൊണ്ട് രവി, സൂര്യൻ ആയ ലോചനത്തോട്, കണ്ണുകളോട് കൂടിയവനെന്ന് വിശേഷിപ്പിക്കുന്നു. 95 ശ്ലോകം. അനന്തോ ഹുതഭുത്ഭോക്ത സുഖദോ നൈകജോഗ്രജ അനിർവിണ്ണ സദാമർഷേ ലോകാധിഷ്ഠാനമത്ഭുത. ഇവിടെയും 10 നാമങ്ങളാണ് വരുന്നത്. അനന്ത, ഹുതഭുക്, ഭോക്ത, സുഖദ, നൈകജ, അഗ്രജ, അനിർവിണ്ണ, സദാമർഷി, ലോകാധിഷ്ഠാനം, അദ്ഭുത എന്നിവയാണ് 10 നാമങ്ങൾ. അനന്ത, അന്തമില്ലാത്തവൻ, അവസാനമില്ലാത്തവനെന്ന് വിശേഷിപ്പിക്കുന്നു. ദേശകാല പരിമിതികൾക്കും അപ്പുറമുള്ളവൻ, നിത്യൻ എന്നൊക്കെ പറയാം. ശേഷനാഗത്തിൻ്റെ സ്വരൂപമുള്ളവനെന്നും പറയുവാൻ കഴിയും. ഹുതഭുക്, ഇത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടുകഴിഞ്ഞു. യാഗത്തിൽ ഹോമിക്കപ്പെടുന്ന ദ്രവ്യങ്ങളെ ഭക്ഷിക്കുന്നവൻ. ഭോക്ത, ഭുജിക്കുകയും ഒപ്പം തന്നെ ജഗത്തിനെ പരിപാലിക്കുകയും ചെയ്യുന്നവനെന്ന് വിശേഷിപ്പിക്കുന്നു. സുഖദ, സാധകന്മാർക്ക് ശാശ്വത സുഖം നൽകുന്നവനാണ് എന്നർത്ഥമാക്കുന്നു. നൈകജ, ന ഏകജ, ഒന്നിലധികം പ്രാവശ്യം യഥാകാലം ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി ജന്മമെടുക്കുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നു. അഗ്രജ, എല്ലാത്തിനും മുൻപ് ജനിച്ചവൻ, ജ്യേഷ്ഠൻ, അദ്വിതീയൻ, ഒന്നാമൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. അനിർവിണ്ണ, നിർവേദമില്ലാത്തവനെന്ന് അർത്ഥം. ഇച്ഛാഭംഗം ഉളവാക്കുന്ന വിരക്തിയാണ് നിർവേദമെന്ന് പറയുന്നു. ഭഗവാൻ പൂർണ്ണകാമനും അകാമനുമാണ് എന്നതുകൊണ്ട് ഭഗവാൻ വിഷ്ണുവിന് നിർവേദമില്ല എന്ന് പറയുന്നു. സദാമർഷി, സദാ ക്ഷമാശീലനായവനെന്നാണ് ഇതിനർത്ഥം. എപ്പോഴും എല്ലാം പൊറുക്കുന്നവനും എന്ന് വിശേഷണം. ലോകാധിഷ്ഠാനം, ലോകത്തിനാകമാനം അധിഷ്ഠാനമായവനെന്ന് വിശേഷിപ്പിക്കുന്നു. അദ്ഭുത, സ്വരൂപവും ശക്തിയും ചേഷ്ടയും എല്ലാം തന്നെ അദ്ഭുതകരമായതിനാൽ ഭഗവാനെ അത്ഭുതനെന്ന് വിളിക്കുന്നു. ഇതോടെ 895 നാമങ്ങൾ കഴിഞ്ഞു.
ഇനി നമുക്ക് ഇന്നത്തെ 5 ശ്ലോകങ്ങൾ ചൊല്ലാം. ഭാരഭൃത്കഥിതോ യോഗി യോഗീശ സർവകാമദ ആശ്രമശ്രമണക്ഷാമ സുപർണോ വായുവാഹന ധനുർധരോ ധനുർവേദോ ദണ്ഡോദമയിതാദമ അപരാജിത സർവസഹോ നിയന്ത നിയമോയമ സത്വവാൻ സാത്വിക സത്യ സത്യധർമ്മപരായണ അഭിപ്രായ പ്രിയാർഹോർഹ പ്രിയകൃത് പ്രീതിവർദ്ധന വിഹായ സഗതിർജ്യോതിസുരുചിർഹുതഭുക് വിപു രവിർവിരോചന സൂര്യ സവിതാ രവിലോചന അനന്തോ ഹുതഭുത്ഭോക്ത സുഖദോ നൈകജോഗ്രജ അനിർവിണ്ണ സദാമശ്രീ ലോകാധിഷ്ഠാനമത്ഭുത. അടുത്ത വീഡിയോയിൽ നമുക്ക് 96 മുതൽ 101 വരെയുള്ള 6 ശ്ലോകങ്ങൾ മനസ്സിലാക്കാം.